സംസ്ഥാനത്തെ എല്ലാ കർഷകരും ശ്രദ്ധിക്കുക. ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. കേരളത്തിൽ വെച്ചുള്ള പദ്ധതികളുടെ വിതരണത്തിൽ, അതായത് വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാർച്ച് മാസം 11-ാം തീയതി നടത്തപ്പെടുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. ആസാം സന്ദർശന വേളയിലായിരിക്കും ധനസഹായം വിതരണം ചെയ്യുക. അത് മാർച്ച് മാസം 13-നാണ് ആസാം സന്ദർശനം. ഈ സമയത്തായിരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് PM കിസാൻ സമ്മാൻ നിധിയുടെ ഫണ്ട് റിലീസുമായി ബന്ധപ്പെട്ട തീയതികൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ 13-ാം തീയതിയോടെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യം ഈ മാസം അവസാന ആഴ്ചയോടെ മാത്രമായിരിക്കും ലഭിക്കുക. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പല കർഷകർക്കും ഇപ്പോൾ തടസ്സപ്പെടുന്നതായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാറ്റസ് പരിശോധിച്ച ഇലക്ട്രോണിക് KYC, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ലാൻഡ് സീഡിങ്, ഈ 3 കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ടാൽ പോലും, അല്ലെങ്കിൽ ശരിയായിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഈ കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരണമെന്നില്ല. ഇനി അത് മാത്രമല്ല, ഇത് ശരിയാക്കി കഴിഞ്ഞാൽ, അതായത് ഈ കാര്യങ്ങൾ തടസ്സം മൂലം നമുക്ക് ആനുകൂല്യം ലഭിച്ചില്ല, പിന്നീട് ഇത് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മുടങ്ങിയ ആനുകൂല്യവും അക്കൗണ്ടിലേക്ക് ലഭിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഈ പദ്ധതിക്കുണ്ട്. ഇതെല്ലാം ആധാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതിയാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സംവിധാനം. അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ഒരു അക്കൗണ്ട് സീഡഡ് ആയിട്ടുണ്ടാകും. ആ അക്കൗണ്ട് ഏതാണോ അതിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ലോൺ ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഏതെങ്കിലുമൊക്കെ ബാങ്കിൽ പുതുതായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ആധാർ സീഡഡ് അക്കൗണ്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി തുക വിതരണം ലഭിക്കുന്ന വ്യക്തികൾക്ക് ഫാർമർ ID എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID എടുക്കുന്ന കാര്യം. എന്നാൽ നമ്മളുടെ സംസ്ഥാനത്ത് ഇത് തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫാർമർ ID ഇപ്പോൾ ജനറേറ്റ് ചെയ്യാത്തവർക്കും ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. കൃഷിഭവനിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഫാർമർ ID എടുക്കാൻ വേണ്ടി സംവിധാനമുണ്ടായിരുന്നത്. പിന്നീട് അവിടുത്തെ തിരക്ക് മൂലം ജനസേവാ കേന്ദ്രങ്ങളിലേക്ക്, അതായത് ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു. അതുകൊണ്ട് തന്നെ കോമൺ സർവീസ് സെൻ്ററുകൾക്ക് ഇതിനുള്ള അധികാരം നൽകി. അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് എടുത്തവർക്ക് അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ലഭിക്കാത്തവർക്കും ഈ പ്രാവശ്യം ആനുകൂല്യം ലഭിക്കുന്നതാണ്. പക്ഷേ ഈ KYC ഉണ്ടാകണം. ഈ KYC ചെയ്തവർക്കൊക്കെയാണ് 21-ാമത്തെ ഗഡു ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ, അതായത് മുൻപ് ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യവും ആനുകൂല്യം എത്തിച്ചേരുന്നതായിരിക്കും. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി. ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.